ബിഗ് ബോസ് മലയാളം സീസൺ 6 നാളത്തെ പ്രമോ അപ്ഡേറ്റിലേക്കാണ് നമ്മൾ പോകുന്നത്. സോ നാളെ ഞെട്ടിക്കുന്നൊരു പ്രമോയാണ് ബിഗ് ബോസ് പുറത്ത് വിട്ടേക്കുന്നത്. പൂജ പവർ റൂമിൽ ബെഡിൽ കിടന്ന് കരയുന്നുണ്ട്. കരച്ചിൽ എന്ന് പറഞ്ഞാൽ നല്ല കരച്ചിലാണ്, കണ്ണ് തുറക്കാതെ കരയുകയാണ്. എന്നിട്ട് ശരണ്യ പൂജയുടെ അടുത്തിരുന്ന് ആശ്വസിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് ഋഷി പവർ റൂമിൽ ആ ക്യാമറ നോക്കി പറയുന്നുണ്ട് ബിഗ് ബോസിൻ്റെ അടുത്ത്, ബിഗ് ബോസ് ഹെൽപ്പ് ചെയ്യണം, അതായത് അനങ്ങാൻ പോലും വയ്യ, പൂജയ്ക്ക് കിടന്ന കിടപ്പാണ്, ഒട്ടും അനങ്ങാൻ പറ്റുന്നില്ല, നല്ല കരച്ചിലാണെന്നൊക്കെ ഋഷി ഇരുന്ന് പറയുന്നുണ്ട്. പിന്നെ നമ്മൾ കാണുന്നത് ബിഗ് ബോസിൻ്റെ മെഡിക്കൽ ടീം വരുന്നതാണ് ഹൗസിൻ്റെ ഉള്ളിലേക്ക്. ആദ്യമായിട്ടാണ് ബിഗ് ബോസിൻ്റെ മെഡിക്കൽ ടീം വരുന്നത്. എന്നിട്ട് പൂജേനെ സ്ട്രെച്ചറിലാക്കി കൊണ്ടുപോകുന്നുണ്ട് പുറത്തേക്ക്. ഇത് ആദ്യത്തെ സംഭവമാണ് ഒരാൾ ബിഗ് ബോസിൻ്റെ മെഡിക്കൽ ടീം വന്ന് സ്ട്രെച്ചറിലാക്കി കൊണ്ടുപോകുന്നത് കാണിക്കുന്നത്. പിന്നെ സിബിനെയാണ് കാണിക്കുന്നത്. സിബിൻ മറ്റേ ബിഗ് ബോസിൻ്റെ മെയിൻ എൻട്രൻസ് വാതിലിൻ്റെ അവിടെ ഇരുന്ന് ക്യാമറ നോക്കി പറയുന്നുണ്ട്, എന്നെ പുറത്തേക്ക് വിടണം, എനിക്ക് ക്വിറ്റ് ചെയ്യണം, എന്ത് കോൺസിക്വൻസ് വന്നാലും ഞാൻ ഫേസ് ചെയ്തോളാം ബിഗ് ബോസ് എന്നൊക്കെ പറഞ്ഞിട്ട് തൊഴുത് ബിഗ് ബോസിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. പിന്നെ സിബിനെ ബിഗ് ബോസ് കൺഫെഷൻ റൂമിലേക്ക് വിളിക്കുന്നുണ്ട്. കൺഫെഷൻ റൂമിലേക്ക് വിളിച്ചിട്ട് സിബിൻ പറയുന്നുണ്ട്, എനിക്ക് എൻ്റെ പാസ്റ്റ് ട്രോമാസ് എല്ലാം ഉള്ളിലേക്ക് വന്നു എന്നൊക്കെ പറഞ്ഞ് സിബിൻ അവിടെ ഇരുന്ന് പൊട്ടി കരയുന്നുണ്ട്. സോ സംഭവം ഭയങ്കര സാഡാണ്. അതായത് കണ്ടിട്ട് നല്ല കരച്ചിൽ വന്നിട്ടുണ്ട്. ബിഗ് ബോസിൽ വൈൽഡ് കാർഡായിട്ട് വന്നവരിൽ ഏറ്റവും സ്ട്രോങ് ആയിട്ട് കളിച്ച രണ്ട് പ്ലെയേഴ്സായിരുന്നു സിബിനും പൂജയും. സോ അവരിങ്ങനെ ഒരു സിറ്റുവേഷനിൽ കൂടെ കടന്നു പോവുകയാണ്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല സിബിന്, പൂജയുടെ കാര്യം ഇതുവരെ നമുക്കറിയത്തില്ല, പക്ഷേ സിബിന എന്തായാലും ബിഗ് ബോസ് പുറത്തേക്ക് വിടത്തില്ല. ക്വിറ്റ് ചെയ്യണമെന്ന് നമുക്കറിയാമല്ലോ. ക്വിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാലും ബിഗ് ബോസ് കുറച്ച് നേരം കൺഫെഷൻ റൂമിൽ ഇരുത്തും. എന്നിട്ട് വേണമെങ്കിൽ ഹെൽപ്പ്, പുറത്ത് ഒരു ഡോക്ടറിൻ്റെ ഹെൽപ്പ് എന്തെങ്കിലും വേണമെങ്കിൽ, കൗൺസിലിംഗ് എന്തെങ്കിലും വേണമെങ്കിൽ ബിഗ് ബോസ് അത് ഒരുക്കി കൊടുക്കും. അങ്ങനെ ബിഗ് ബോസ് ഓക്കെ ആക്കി കൊണ്ടുവരും സിബിനെ മെൻ്റലി. എനിക്ക് തോന്നുന്നു സിബിനെ ലാലേട്ടൻ്റെ എപ്പിസോഡിൽ ലാലേട്ടൻ ഒന്ന് എടുത്ത് കുടഞ്ഞല്ലോ കുറച്ച് കാര്യങ്ങൾക്ക്. മോശം ആംഗ്യം കാണിച്ചതിനെല്ലാം ലാലേട്ടൻ നന്നായിട്ട് ചോദ്യം ചെയ്തായിരുന്നു. പിന്നെ പവർ റൂമിൽ നിന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് പുറത്താക്കിയായിരുന്നു. സോ സിബിൻ ഇമോഷണലി ഡൗൺ ആയി പോയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഉറപ്പില്ല കാര്യങ്ങൾ, നാളത്തെ എപ്പിസോഡ് കണ്ടാലേ ഉറപ്പായിട്ടും എന്താണെന്ന് പറയാൻ പറ്റുള്ളൂ. പിന്നെ പൂജയുടെ കാര്യം എൻ്റെ ഒരു ഗസ്സാണ്. അതായത് ഒന്നില്ലെങ്കിൽ പൂജയ്ക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ പൂജ ഇപ്പോൾ ഭയങ്കരമായിട്ട് കരയുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു സിബിനായിട്ട് പവർ റൂമിൽ വന്നതിന് ശേഷം പൂജയ്ക്ക് കുറച്ച് നല്ലൊരു ബോണ്ട് ഉണ്ട്. അപ്പോൾ സിബിൻ ഇങ്ങനെ മെൻ്റലി ഡൗൺ ആയപ്പോൾ പൂജയും ഡൗൺ ആയ പോലെയാണ് തോന്നിയത്. കാരണം പൂജ അതിനുശേഷം ലാലേട്ടൻ്റെ ഇതിലൊക്കെ പറഞ്ഞത് അങ്ങനെയായിരുന്നു. സോ എനിക്ക് സിബിൻ്റെ കാര്യം പൂജേനെ അഫക്റ്റ് ചെയ്തിട്ടുണ്ടോ എന്നൊരു ഡൗട്ടും കൂടിയുണ്ട്. സോ ഇത് രണ്ടും എൻ്റെ ഗസ്സ് മാത്രമാണ്. നാളത്തെ എപ്പിസോഡ് കണ്ടാൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ. പക്ഷേ എന്തൊക്കെയായാലും കഷ്ടമുണ്ട്. നല്ല രണ്ട് വൈൽഡ് കാർഡ്സ് ആയിരുന്നു. നന്നായിട്ട് കളിക്കുന്ന രണ്ടുപേരും ആയിരുന്നു വൈൽഡ് കാർഡ്സായിട്ട് വന്നവരിൽ. നന്നായിട്ട് സംസാരിക്കുന്ന ആ രണ്ടുപേരും കൂടിയായിരുന്നു. സോ അവരിങ്ങനെ ഒരു ഇമോഷണൽ ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ വളരെ സങ്കടമുണ്ട്.